പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഫെബ്രുവരി 20 നടക്കും. BJP തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഫെബ്രുവരി 18 തീരുമാനിച്ചിരുന്നത്. ഇന്ന് നടക്കാനിരുന്ന നിയമസഭാ കക്ഷിയോഗം BJP മാറ്റിവെച്ച സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ 20 തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. രാംലീല മൈതാനത്താകും ചടങ്ങുകൾ നടക്കുക. ഇന്ന് തീരുമാനിച്ചിരിക്കുന്ന നിയമസഭാ കക്ഷിയോഗം 19 മാറ്റിയതായും BJP വൃത്തങ്ങൾ അറിയിച്ചു. BJP ജനറൽ സെക്രട്ടറിമാരായ വിനോദ് താവ്ഡെ, തരുൺ ചുഗ് എന്നിവർക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ മേൽനോട്ടം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രിമാർ, NDA നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, വ്യവസായികൾ, സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, സന്യാസിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ഡൽഹി മുഖ്യമന്ത്രിക്കായി പലരുടെയും പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇവരിൽ പ്രമുഖർ പർവേഷ് വർമ്മ തന്നെയാണ്. AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP ഇറക്കിയ തുറുപ്പുചീട്ടായിരുന്നു പർവേഷ് വർമ്മ. കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയതോടെ തന്നെ പർവേഷ് കൂടുതൽ ശക്തനാവുകയായിരുന്നു ചെയ്തതും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് സതീഷ് ഉപാധ്യായുടേതാണ്. ഡൽഹി BJP പ്രസിഡന്റായും ഡൽഹി യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പട്ടികയിലെ മൂന്നാമത്തെ പേര് ഡൽഹിയിലെ BJPയുടെ പഞ്ചാബി മുഖമായ ആശിഷ് സുധിന്റേതാണ്. ജിതേന്ദ്ര മഹാജനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുള്ള വ്യക്തിയായി തന്നെ നിരീക്ഷകർ കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ സാധ്യതാ പട്ടികയിലെ 5-ാമൻ വിജേന്ദ്ര ഗുപ്തയാണുള്ളത്. മുൻ ഡൽഹി മേയറും ആദ്യമായി MLAയുമായ രേഖ ഗുപ്തയാണ് പട്ടികയിലെ വനിതാ നേതാവ്. 77 വർഷത്തിനു ശേഷമാണ് ഡൽഹിയിൽ BJP ഭരണം പിടിക്കുന്നതും. 70-ൽ 48 സീറ്റുകൾ നേടിയാണ് BJP ഡൽഹി പിടിച്ചെടുത്തതും. 22 സീറ്റിൽ AAPക്ക് ഒതുങ്ങേണ്ടി വന്നു. അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സൗരഭ് ഭരദ്വാജ്, സത്യേന്ദ്ര ജെയിൻ തുടങ്ങിയ പ്രമുഖ AAP നേതാക്കൾക്ക് പരാജയം അവർ രുചിക്കേണ്ടി വന്നിരുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിവരികയാണ് ഇപ്പോഴും. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 48 സീറ്റുകൾ നേടി വിജയിച്ച നിയമസഭാ അംഗങ്ങളിൽ 15 പേരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. ഇവരിൽ 9 പേരെ മുഖ്യമന്ത്രി, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാർ, സ്പീക്കർ എന്നീ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അതേസമയം നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുന്നതായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത്. അതിനായി ചർച്ചകളും നടന്നു വന്നിരുന്നു. ഡൽഹിയിൽ BJPയുടെ ഉന്നതതല യോഗങ്ങൾ ഒട്ടേറെ നടന്നെങ്കിലും ആരാണ് രാജ്യ തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി വരികയെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും തന്നെ വന്നിട്ടുമില്ല. ഇടയ്ക്ക് ഡൽഹിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രി എത്താനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വന്നിരുന്നു. 4 വനിതകളെ ഇതിനായി പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേഷ് വർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. തീരുമാനം വൈകുന്നതിൽ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നാട്ടിൽ എത്തിയ സാഹചര്യത്തിൽ ഇനി തീരുമാനം വൈകിക്കില്ല എന്നാണ് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും. വനിതാ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഡൽഹിയിൽ അധികാര കസേരയിൽ ഇരിക്കുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ AAPയെ മലർത്തിയടിച്ചുകൊണ്ടായിരുന്നു BJP ജയം സ്വന്തമാക്കിയതും. ആകെയുള്ള 70 സീറ്റുകളിൽ 48 എണ്ണത്തിലും BJP നേടി വിജയം കുറിച്ചിരുന്നു. 2 വട്ടം അധികാരത്തിലിരുന്ന AAP ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇക്കുറി BJP അധികാരം പിടിച്ചെടുത്തതും. 27 വർഷത്തിന് ശേഷമാണിപ്പോൾ ഡൽഹിയിൽ BJP ഭരണം നടത്തുന്നതെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.